ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കും ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നമ്മൾ ക്രിസ്പി പഴംപൊരി അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം എന്ന് വേണമെങ്കിലും വിളിക്കാം കേട്ടോ. ഇങ്ങനെ ക്രിസ്പി ആയിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ? കമോൺ ഗൈസ്. ആദ്യം തന്നെ ഒരു ഹാഫ് കപ്പ് ഗോതമ്പൊടി, ഒരു ഹാഫ് കപ്പ് അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ സ്പൈസിനെസ് വേണ്ടവർക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ടൊന്ന് ഇളക്കുക. ഇനി ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് മാത്രമേ ഞാൻ വെള്ളം യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് ഇങ്ങനെ കുഴച്ചങ്ങോട്ട് എടുക്കുക. പഴംപൊരി മുക്കാൻ നമ്മുടെ തിക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഏത്തയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഏത്തയ്ക്ക ഞാൻ 4ആയിട്ട് മുറിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ചീനിച്ചട്ടി ഒന്ന് ചൂടാക്കാം. ചീനിച്ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയും കൂടെ ചൂടായതിന് ശേഷം നമ്മുടെ ഈ ഏത്തപ്പഴം ഈ തിക്ക് ബാറ്ററിലേക്ക് നല്ലവണ്ണം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ മുക്കിയതിന് ശേഷം ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. രണ്ടാമത്തെ ഏത്തപ്പഴം കൂടെ ബാറ്ററിൽ മിക്സ് ചെയ്ത് ഒന്നിട്ടതിന് ശേഷം കുറച്ച് എണ്ണ മുകളിലോട്ടും കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മുകളിലും കൂടെ ഒരു അല്പം വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഒരു ഭാഗം വെന്തതിന് ശേഷം അടുത്ത വശം കൂടെ വേവാൻ വേണ്ടി നമുക്കൊന്ന് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ അധികം എണ്ണ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിലേക്ക് പിടിച്ചോളും. ഇനി ബാക്കി വന്ന ഏത്തയ്ക്കയും കൂടെ നമുക്കൊന്ന് പൊരിച്ചെടുത്താലോ? അതും ഞാൻ ഇതേപോലെ ഈ തിക്ക് ബാറ്ററിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് കുറച്ച് എണ്ണ മുകളിലോട്ട് ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഏത്തയ്ക്കാപ്പം അല്ലെങ്കിൽ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതും കൂടെ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിൽ കുറച്ച് അധികം ബാറ്റർ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതും കൂടെ ഒന്ന് പൊരിക്കുകയാണ്. കളയുന്നതിന് ഭേദം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കണം കേട്ടോ. ബാറ്റർ മാത്രം അധികം വരുന്നത് കളയാൻ പാടില്ല. ഇത് കൂട്ടൊന്ന് പൊരിച്ച് കഴിച്ച് നോക്കണം. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ ബാറ്റർ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതും കൂടെ നമുക്ക് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചൂടായ ക്രിസ്പി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി സ്വാദാണ് കേട്ടോ. ഒരു ബെസ്റ്റ് ഈവനിങ് സ്നാക്കാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ഇതൊന്ന് കൊടുത്തു നോക്കൂ, അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്സും എന്നെ അറിയിക്കണം. ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ആളുകളുടെ എണ്ണം അനുസരിച്ച് നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റിൻ്റെ ഒരളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ പഴംപൊരി റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാനും മറക്കരുത്. Thank you so much for watching guys. Please like, share and subscribe my channel. See you all with a new recipe.